ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ നാളായില്ലേ നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ട്. ഏകദേശം ഒരു മാസത്തിന് മേലെയായിട്ടുണ്ടാകും ഇപ്പം ഒരു വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ കുറേ നാളത്തെ ഒരു ഗ്യാപ്പിന് ശേഷമാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ പുതിയ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ഞാൻ നിങ്ങളോടിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പറഞ്ഞതുപോലെ ഞാൻ ലാസ്റ്റ് എന്താ പറയണേ, ഒരു മാസം മുന്നേ, ഒന്നൊന്നര മാസം മുന്നേ ചെയ്ത വീഡിയോസിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായി. ഞാൻ മിക്കവാറും വെക്കേഷൻ സമയത്ത് വർക്കും സെയിൽസൊക്കെ നിർത്തിയേക്കുവാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നാട്ടിൽ നിന്ന് മാറി നിന്നേക്കുമായിരുന്നു. വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് വന്നേക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് എന്താ പറയണേ, വീഡിയോസും കാര്യങ്ങളൊക്കെ കുറച്ച് ഡിലേ ആയത്. ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് പ്ലാനിങ്ങോട് കൂടിയിട്ടൊക്കെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതായത് ദുബായിൽ വന്നു കഴിഞ്ഞാൽ തന്നെ, ഹസ്ബൻഡിൻ്റെ അടുത്തെന്ന് പറഞ്ഞാൽ ദുബായിലാണ് കേട്ടോ. അപ്പോൾ ദുബായിൽ വന്നു കഴിഞ്ഞാൽ തന്നെ ചെറിയ രീതിയിലൊരു സെയിൽസൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം, വർക്കൊക്കെ ചെയ്തിട്ട് സെയിൽസൊക്കെ കിട്ടുമെന്ന് നോക്കാം, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് വന്നിട്ടുണ്ടായത്. പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഒരു പണിയല്ല, ഒന്നിൻ്റെ പുറകെ ഒന്നെന്നുള്ള രീതിയിൽ കുറേ അധികം പണികൾ കിട്ടി. അപ്പം അതെന്തൊക്കെയാണെന്ന് ഞാൻ വഴിയേ പറയാം. അപ്പം അങ്ങനത്തെ കുറേ കാരണങ്ങൾ വന്നതുകൊണ്ടാണ് ഇത്രയും ഒരു മാസത്തോളം, ഒരു മാസമല്ല ശരിക്കും പറഞ്ഞാൽ, ഒരു ഒന്നൊന്നര മാസത്തിൻ്റെ അടുത്തായി ഇപ്പം. അപ്പോൾ ഇത്രയും വലിയൊരു ഗ്യാപ്പ് വന്നത്. സ്കൂൾ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായി. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഇവിടെ റൂംസ് നോക്കിയിട്ടുണ്ടായി. അപ്പോൾ റൂംസ് നോക്കുമ്പോൾ റൂംസ് ഒന്നും അവൈലബിൾ ഉണ്ടായിരുന്നില്ല ഫസ്റ്റ് ഓഫ് ഓൾ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്കൂളിൻ്റെ വെക്കേഷൻ സമയം ആയതുകൊണ്ട് തന്നെ എല്ലാ ഫാമിലീസും കുട്ടികളെ എല്ലാവരെയായിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ നിന്നതുകൊണ്ട് തന്നെ നമുക്ക് റൂംസ് അവൈലബിൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ മക്കളുള്ളത് കൊണ്ട് മാക്സിമം വില്ലാസ് എടുക്കുന്നതാണ് ഇവിടെ നല്ലത്. എല്ലാവർക്കും അറിയാമായിരിക്കും ഇവിടെ വരുന്നത്. അപ്പോൾ വില്ലകൾ നോക്കുമ്പോൾ ഒറ്റ വില്ലകൾ പോലും അവൈലബിൾ ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയൊക്കെയോ നമുക്കൊരു വില്ല ശരിയായി, ഒരു റൂം ഓൾമോസ്റ്റ് ശരിയായിട്ടുണ്ടായി. അപ്പോൾ അഡ്വാൻസ് ഒക്കെ കൊടുത്തിട്ടാണ് ഇരുന്നിട്ടുണ്ടായത്. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായി, നിങ്ങൾ വരുമ്പോഴത്തേക്കും എന്നാണോ വരുന്നത് അന്നത്തേക്ക് റൂം ഓൾമോസ്റ്റ് സെറ്റാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി. പക്ഷേ ഞങ്ങളിവിടെ വന്ന് കഴിഞ്ഞ് നോക്കുമ്പോൾ എൻ്റെ റൂം ഒന്നും സെറ്റായിട്ടുണ്ടായില്ല. അപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ കസിൻസിൻ്റെ വീട് ഇവിടെ അടുത്തൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ഒരാഴ്ചയോളം നമ്മൾ അവിടെ ഇങ്ങോട്ടൊക്കെ മാറി അങ്ങനെയൊക്കെ താമസിക്കുന്നുണ്ടായിരുന്നെ. താമസിച്ച് കഴിഞ്ഞിട്ടാണ് ഇവിടെ ഒന്ന് ശരിയായിട്ടുണ്ടായിരുന്നത്. പല കാര്യങ്ങളും ഇവിടെ ശരിയായിട്ടുണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോന്നു എന്നേ പറയാൻ പറ്റുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ പാടെ നിങ്ങൾക്കറിയാം, UAE വലിയൊരു മഴ വന്നിട്ടുണ്ടായി. കാര്യം 2 ദിവസത്തേക്ക് ഉണ്ടായി. 2 ദിവസം എന്ന് പറയാൻ പറ്റില്ല, ഒരു ഒന്നൊന്നര ദിവസത്തെ മഴയേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആ മഴ ഇവിടെ ഉള്ള ഓൾമോസ്റ്റ് എല്ലാവരെയും തന്നെ നല്ലപോലെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കേട്ടിട്ടുണ്ടാവും, 70 വർഷത്തിൽ വന്ന ഏറ്റവും വലിയ മഴയായിരുന്നു അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വില്ലകളിൽ താമസിക്കുമ്പം ഇവിടെ പലതും ഇങ്ങനെ വെച്ച് കെട്ടി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. കിച്ചണോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ പുറത്തുനിന്ന് വേറെ ഷെഡ് പോലെ ആക്കിയിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവുക. അപ്പോൾ നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ മഴ പെയ്യുമ്പോൾ ഫുള്ള് ചോർന്നൊലിക്കും. അപ്പം അങ്ങനെയും കുറേ ഇഷ്യൂസൊക്കെ ഉണ്ടായതുകൊണ്ട് കുറേ ദിവസം നമുക്ക് അങ്ങനെയും പോയി. അപ്പം ഒന്നിന് പുറകെ ഒന്നൊന്നും പറഞ്ഞിട്ട് നമുക്ക് കുറേ ഒരു ഗ്യാപ്പ് വന്നുപോയി. അപ്പോൾ അങ്ങനെയാണ് ഇത്രയും ഡിലേ ആയിപ്പോയത്. അപ്പോൾ ഞാൻ എന്താ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുണ്ടായി. അതായത് ഒരു എന്താ പറയുക, ഒരു ചെറിയ രീതിയിൽ നമുക്ക് ഹെയർ ആക്സസറീസ് ചെയ്യാൻ പറ്റിയ പശ, അത്യാവശ്യം എന്താ പറയണ റിബൺസും, ഹെയർ ബോയ്, ടിക് ടാക്ക്, അങ്ങനത്തെ ഓൾമോസ്റ്റ് കുറേ സാധനങ്ങളായിട്ട് ഞാൻ വന്നിട്ടുണ്ട്. എൻ്റെ ചെറിയ പെട്ടിയിൽ അത്യാവശ്യ സാധനങ്ങളെല്ലാം ആയിട്ടാണ് വന്നിട്ടുണ്ടായി. അപ്പം ഇവിടെ വന്നിട്ട് ചെറുതായിട്ട് എന്താണേലും വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമുക്കിത് ചെയ്യണം. അപ്പോൾ ആ സാധനം നല്ലപോലെ ചെയ്തിട്ട് തന്നെ പുറത്തേക്ക്, അതായത് ഫ്രണ്ട്സോ ഇല്ലെങ്കിൽ വില്ലയിൽ തന്നെ എല്ലാവർക്കും ഉള്ള മക്കളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ സെയിലൊക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതിപ്പോൾ ഓൾമോസ്റ്റ് 1.5 മാസം ഇപ്പം തന്നെ പോയി. ഇനിയിപ്പോൾ ഉള്ള സമയത്ത് എന്താണേലും അങ്ങനത്തെ കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പം ചെറിയ രീതിയിൽ ഓരോന്നൊക്കെ ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഓരോന്നും ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ചെറിയ രീതിയിൽ സെയിൽസ് കിട്ടുന്നുണ്ട്. കാരണം വെച്ചാൽ ഇപ്പോൾ വില്ലയിൽ കുറേ പെൺകുട്ടികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അവർക്കൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം പിന്നെ എന്താണ്,
വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇനിയിപ്പോൾ തുടർച്ചയായിട്ട് ഇനി വീഡിയോസ് ഇടാമെന്ന് വിചാരിക്കുന്നു. എനിക്കറിയില്ല സാഹചര്യം എങ്ങനെയാണെന്ന്. പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇനി വരും ദിവസങ്ങളിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാമെന്ന് വിചാരിക്കുന്നു. പിന്നെ എല്ലാവരും വീഡിയോസ് കാണണം, നല്ലപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം. ഇനി സെയിൽസിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ നാട്ടിൽ തിരിച്ചെത്തിയിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ എനിക്കറിയില്ല എത്രത്തോളം അത് നടക്കുമെന്ന്. കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ അറിയാം, ഇപ്പോൾ സെയിൽസ് നല്ല എന്താ പറയണേ ലോയാണ്. അതുകൊണ്ട് ഞാൻ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതിൽ എനിക്ക് ഉറപ്പൊന്നുമില്ല. നാട്ടിൽ ചെന്നിട്ട് ആലോചിച്ചേച്ച് അതിനെപ്പറ്റി തീരുമാനം എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ആരെങ്കിലും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.